ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴിയം കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശൻ ഗായത്രിയോട് പറയുന്നു, നരേനോടും കാവേരിയോടും ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഗായത്രി ചോദിക്കുന്നു, എന്തിനാ? ഇപ്പൊ അവര് കഴിച്ചിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശൻ പറയുകയാണ്, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ശിവരാജനെയും വിളിച്ചോ? ശരി അച്ഛാന്ന് പറഞ്ഞ ഗായത്രി അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ശിവരാജനും ഗായത്രിയും നരേനും കാവേരിയും എല്ലാം അവിടേക്ക് വരികയാണ്. മുത്തശ്ശൻ പറയുന്നു, വാ നിങ്ങൾ ഇരിക്കെ. എന്താ മുത്തശ്ശന്ന് നരൻ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നു, ഇരിക്കെ പറയാം. അങ്ങനെ മുത്തശ്ശനകത്തേക്ക് പോകുമ്പോൾ ഗായത്രി ചോദിക്കുന്നു, എന്താ അമ്മേ? അപ്പൊ മുത്തശ്ശി പറയണ, പറയാം. സംശയത്തോടുകൂടി ശിവരാജൻ മനസ്സിൽ പറയുകയാണ്, എന്തിനായിരിക്കും വിളിച്ചത്? മുത്തശ്ശൻ കുറച്ച് ഇൻവിറ്റേഷൻ കാർഡുമായി അവിടേക്ക് വരികയാണ്. എന്താ മുത്തശ്ശി ഇതെന്ന് നരൻ ചോദിക്കുമ്പോൾ, ദാ നോക്കെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുകയാണ് മുത്തശ്ശൻ. അത് കണ്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് നരനും കാവേരിയും. എന്താ മുത്തശ്ശി ഇതെന്ന് നരൻ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയണ, ഒന്നുമില്ല മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാരേജ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഇൻവിറ്റേഷനാ ഇത്. ശിവരാജൻ ചോദിക്കുന്നു, എന്തിനാച്ചാ ഇതെല്ലാം? ആരോടും പറയാതെ ഇവര് കല്യാണം നടത്തിയില്ലേ? മുത്തശ്ശൻ ചോദിക്കുന്നു, ശിവരാജ, അവരങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നെന്ന് കരുതി നമുക്ക് അവരെ അങ്ങനെ വിടാൻ പറ്റുമോ? ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിക്കണ്ടേ? ഗായത്രി പറയാണ്, ഇൻവിറ്റേഷൻ അടിച്ച് ഹോള് വരെ ബുക്ക് ചെയ്തു, ഞങ്ങളോട് ആരോടും അച്ഛൻ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ പറയണ, ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ റിസപ്ഷൻ നടത്തുന്ന കാര്യം. നരൻ ചോദിക്കുന്നു, എന്തിനാ മുത്തശ്ശ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത് കേട്ട് മുത്തശ്ശൻ ചോദിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാവരും അറിയണ്ടേ? ഇനി ആരും എന്റെ മുഖത്ത് നോക്കി കൊച്ചുമാരുടെ കല്യാണം കഴിഞ്ഞില്ലേ, എന്താ കല്യാണം നടക്കാത്തേന്നൊന്നും ചോദിക്കാൻ പാടില്ല. എന്നാ റിസപ്ഷൻ എന്ന് കാവേരി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയണ, ആ ഇൻവിറ്റേഷൻ കാർഡിൽ വ്യക്തമായിട്ടുണ്ടല്ലോ എന്താണ് റിസപ്ഷൻ എന്ന്, വായിച്ചു നോക്കുമോളെ. അപ്പൊ ശിവരാജൻ പറയണ, വരുന്ന ഞായറാഴ്ച, അതിനി 3 ദിവസമല്ലേ ഉള്ളൂ. മുത്തശ്ശൻ ചോദിക്കുന്നു, അതിനെന്താ? ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ശിവരാജ, നിങ്ങൾ ആരും അതോർത്ത് ടെൻഷൻ ആകണ്ട. റിസപ്ഷന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്താൽ മതി. ഇൻവിറ്റേഷൻ കാർഡ് വലിച്ചെറിഞ്ഞുകൊണ്ട് നരൻ പറയണം, മുത്തശ്ശ ആവശ്യമില്ലാത്ത ചിലവാ ഇതൊക്കെ, കാശ് വെറുതെ വേസ്റ്റ് ആക്കുക. മുത്തശ്ശൻ ചോദിക്കുന്നു, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്നതല്ലേ? നിങ്ങളുടെ വെഡിങ് റിസപ്ഷന് ചിലവാക്കാതെ ഞാൻ വേറെ എന്തിനാ ചിലവാക്കുക? ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും എത്ര നാളത്തെ സ്വപ്നമാണെന്നറിയോ? ഇത് കേട്ട് നരൻ മുത്തശ്ശന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടസ്സം നിന്നേനെ. അതാ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നു, ഒരു വാക്കിനെ ഒരാളും മിണ്ടരുത്. ഇത് കേട്ട് നരൻ മുത്തശ്ശന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശൻ പറയണം, മിണ്ടരുത് നരൻ, കല്യാണത്തിന് നീ ഞങ്ങളെ ആരെയും വിളിച്ചില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു, റിസപ്ഷൻ നടത്തി കുടുംബമായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. നരൻ ചോദിക്കണം, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാമല്ലോ, അതിനെന്തിനാ ഇങ്ങനെ ഇത്രയും വലിയ റിസപ്ഷൻ ഒക്കെ നടത്തുന്നേ? അപ്പൊ മുത്തശ്ശൻ പറയുകയാണ്, റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചു, വരുന്ന ഞായറാഴ്ച റിസപ്ഷൻ, അത്രേ ഉള്ളൂ. ഇത് കേട്ട് നരേനും കാവേരിയും വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നു, എന്താ മോളെ, മോക്ക് ഓക്കെ അല്ലേ? അത് മുത്തശ്ശാന്ന കാവേരി പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നു, എന്താ മോളെ? അപ്പൊ ഗായത്രി പറയണ, ഇവക്കെന്താ പ്രശ്നം? ഏത് വീട്ടിൽ ഇങ്ങനെ നടക്കും? എങ്ങനെ കല്യാണം നടന്നാലും അവരെ അംഗീകരിച്ച് റിസപ്ഷൻ നടത്താമെന്ന് പറയുന്നില്ലേ, ഇവക്കെന്ത് പ്രശ്നമോ? കാവേരി വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ശിവരാജൻ പറയുകയാണ്, അമ്മേ, അച്ഛൻ റിസപ്ഷനെ കുറിച്ച് സന്തോഷത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അമ്മയുടെ മുഖത്ത് സന്തോഷമില്ലല്ലോ. അപ്പൊ മുത്തശ്ശി പറയുകയാണ്, എന്റെ കൊച്ചുമോന്റെ കല്യാണം നടക്കുന്നത്, റിസപ്ഷൻ നടക്കുന്നത് എല്ലാം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ ശിവരാജൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി നല്ലവളാണോ മോശപ്പെട്ടവളാണോ ഒന്നും അറിയില്ലല്ലോ, അതാ എന്റെ പേടി. ഇത് കേട്ട് മുത്തശ്ശൻ പറയണ, അമ്പയ്ക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. എന്റെ കൊച്ചുമോൻ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു, അതെല്ലാവരെയും അറിയിക്കേണ്ട കടമ നമുക്കുണ്ട്, അതിനായി റിസപ്ഷൻ. തുടർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നരന്റെ അരികിലേക്ക് വന്ന കാവേരി ചോദിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരോട് ചോദിച്ചിട്ട് റിസപ്ഷൻ തീരുമാനിച്ചേ? അപ്പൊ നരൻ പറയുകയാണ്, എനിക്കെങ്ങനെ അറിയാനാ, ഞാനും നിന്നെ പോലെ അത് കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അപ്പൊ കാവേരി പറയണ, റിസപ്ഷൻ വേണ്ടെന്ന് പറയത്തില്ലായിരുന്നോ? അപ്പൊ നരൻ ചോദിക്കുന്നു, മുത്തശ്ശൻ നീയും കൂടെ കേൾക്കാൻ വേണ്ടിയല്ലേ അത് പറഞ്ഞത്, അപ്പൊ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നു? നീ എന്താ ആ സമയത്ത് കോമ സ്റ്റേജിലായിരുന്നോ? ഇത് കേട്ട് കാവേരി ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? നരൻ ചോദിക്കുന്നു, വേറെ എങ്ങനെയാ സംസാരിക്കേണ്ട മാഡം? അപ്പൊ കാവേരി പറയണ, എന്റെ വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക, നമ്മുടെ കല്യാണം പോലും അവർ അംഗീകരിച്ചിട്ടില്ല, ഇപ്പം റിസപ്ഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കോ? ഇത് കേട്ട് നരൻ പറയുകയാണ്, നീ പറയുന്ന കേട്ടാത്തൊന്നുമല്ലോ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യുകയാണെന്ന്. അപ്പൊ കാവേരി പറയുന്നു, റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജിലൊക്കെ കയറി മാലയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, എനിക്ക് അതൊന്നും വേണ്ട, ഞാൻ അതൊന്നും ചെയ്യില്ല. ഇത് കേട്ട് നരൻ പറയുകയാണ്, എനിക്ക് നിന്റെ കൂടെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമാണല്ലോ, എനിക്കും അങ്ങനെയൊന്നുമില്ല. അപ്പൊ കാവേരി പറയുന്നു, എങ്കിൽ പിന്നെ നിങ്ങളുടെ മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് പറ ഈ റിസപ്ഷൻ വേണ്ടെന്ന് പറ. അപ്പൊ നരൻ ചോദിക്കണം, മുത്തശ്ശൻ ഇൻവിറ്റേഷൻ അടിച്ച് ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തില്ലേ, ഇനി എന്ത് ചെയ്യാനാ? അപ്പൊ ദേഷ്യത്തോടു കൂടി ഉറക്കെ കാവേരി പറയുന്നു, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് റിസപ്ഷന് വന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ചുറ്റും നോക്കി ടെൻഷനോടുകൂടി കാവേരിയുടെ അരികിലേക്ക് വന്ന് നരൻ പറയുന്നു, ഇങ്ങനെ ബഹളം വെച്ച്
നമ്മുടെ കല്യാണം കോൺട്രാക്ട് മാരേജ് ആണെന്ന് നീ എല്ലാവരോടും പറയോ? ഞാൻ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. അവര് ചെയ്തതല്ലേ ഇതെല്ലാം. അപ്പൊ കാവേരി പറയണ എനിക്ക് ഈ റിസപ്ഷൻ വേണ്ട, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇത് കേട്ട് നരൻ പറയണ എങ്കിൽ പിന്നെ നീ തന്നെ ചെന്ന് പറ. ഞാൻ പറയുന്ന കാവേരി പറയുമ്പോൾ നരൻ പറയണ എങ്കിൽ പിന്നെ ചെന്ന് പറ പോ. കാവേരി ദേഷ്യത്തോടുകൂടി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ടെൻഷനോടുകൂടി നരൻ ചോദിക്കുന്നു നീ ഇപ്പൊ എങ്ങോട്ടായി പോകുന്നേ? അവിടെ നിൽക്ക്. അപ്പൊ കാവേരി പറയണ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറയാൻ പോകുക. അപ്പൊ നരൻ പറയുന്നു ദേ നോക്ക്, മുത്തശ്ശനോട് അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാ. ഈ വീട്ടിൽ ആരും മുത്തശ്ശന്റെ തീരുമാനത്തെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. കാവേരി ചോദിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലയോ? എന്റെ വീട്ടില് ഞാൻ എല്ലാവരെയും കരയിപ്പിച്ചു. വീണ്ടും വീണ്ടും അവരെ കരയിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അവരെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ ചിരിച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നരൻ പറയണ ദേ നോക്ക്, നമ്മുടെ കല്യാണം നടന്നില്ലേ, അത് അവർക്ക് അറിയാലോ. പിന്നെ ഒരു റിസപ്ഷൻ നടന്നാൽ പുതിയതായിട്ട് അവര് വീണ്ടും കരയോ? അപ്പൊ കാവേരി പറയണ നമ്മുടെ റിസപ്ഷനില് ഞാൻ മാത്രം ആരുമില്ലാതെ തനിച്ചു നിൽക്കും, അതിന് കുഴപ്പമൊന്നുമില്ലേ? അപ്പൊ നരൻ ചോദിക്കണ നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ നിന്റെ കല്യാണം ശരിക്കും നടന്നിട്ട് റിസപ്ഷൻ നടക്കുകയാണെന്ന്. അവിടെ ആരും നിന്റെ കൂടെ നിൽക്കാനില്ലാതെ വിഷമിക്കുമെന്ന്. ഇതൊക്കെ അഭിനയമല്ലേ, നാടകം. അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീ പണം വാങ്ങിയതല്ലേ, അഭിനയിച്ചേ പറ്റൂ. ഇത് കേട്ട് കാവേരി പറയണ കല്യാണം കഴിക്കണം, 1 വർഷം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് ജീവിക്കണം, അതിനുവേണ്ടിയാ ഞാൻ പണം വാങ്ങിച്ചത്. അപ്പൊ നരൻ പറയണ ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഈ കോൺട്രാക്ട് മാരേജ്. അവരെ സംബന്ധിച്ച് ഇത് ശരിക്കും നടന്ന കല്യാണമാണ്. അതുകൊണ്ടാണ് അവര് റിസപ്ഷൻ അറേഞ്ച് ചെയ്തത്. അവരെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. നീ ഇതിന് സമ്മതിച്ചേ പറ്റൂ. അപ്പൊ കാവേരി പറയണ പറ്റില്ല, എനിക്ക് പറ്റില്ല. ഇത് കേട്ട് നരൻ ചോദിക്കണ പറ്റില്ലേ? ശരി, പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കൂ, ഞാൻ പോകുമെന്ന് കാവേരി പറയുമ്പോൾ നരൻ പറയുകയാണ് എഗ്രിമെന്റ് ഓർമ്മയുണ്ടല്ലോ അല്ലെ, അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് കാവേരി ചോദിക്കുമ്പോൾ നരൻ പറയുന്നു 1 വർഷം നീ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. അങ്ങനെ നരൻ റൂമിലേക്ക് പോകുമ്പോൾ കണ്ടു നിറഞ്ഞ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കാവേരി. തുടർന്ന് മുത്തശ്ശൻ പറയുന്നു നരൻ ഈ ഇൻവിറ്റേഷൻ കാർഡൊക്കെ നിനക്ക് വേണ്ടി എടുത്തു വെച്ചതാ, നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയുള്ളതാ. അപ്പൊ നരൻ പറയണ അതൊന്നും വേണ്ട മുത്തശ്ശ, ഞാൻ ഫോണിൽ പറഞ്ഞോളാം. മുത്തശ്ശി ചോദിക്കുന്നു അടിച്ചു വെച്ച ഇൻവിറ്റേഷനൊക്കെ എന്ത് ചെയ്യാനാ? അപ്പൊ മുത്തശ്ശൻ പറയണ അമ്പയ്ക്ക് അവൻ എന്താ തോന്നുന്നെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. ശിവരാജ, ഗായത്രി, അടുത്ത ബന്ധുക്കൾക്കെല്ലാം നിങ്ങൾ നേരിൽ പോയി ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണം. ഇത് കേട്ട ഗായത്രി പറയുന്നു ശരി അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. അപ്പൊ ശിവരാജൻ പറയണ അച്ഛാ എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നു എന്ത് ജോലി ഉണ്ടെങ്കിലും റിസപ്ഷൻ കഴിഞ്ഞിട്ട് മതി. പുഞ്ചിരിച്ച നരൻ ചോദിക്കാണ് ചെറിയച്ഛ അതിശയായിട്ടുണ്ടല്ലോ, ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ കാവേരി പറയണ മുത്തശ്ശ ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുതേ. എന്താ മോളെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ് ഈ റിസപ്ഷൻ വേണോ? ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഗായത്രി ചോദിക്കുന്നു ഇത് എന്ത് ചോദ്യമാ? ഈ വീട്ടിൽ അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല. നീ എന്താ പുതിയതായിട്ട് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നു ഗായത്രി ഞാൻ ചോദിക്കട്ടെ, എന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അപ്പൊ കാവേരി പറയണ മുത്തശ്ശ എന്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കുന്നില്ല. അവരെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ സന്തോഷത്തോടു കൂടി റിസപ്ഷനിൽ ഞാൻ എങ്ങനെ നിൽക്കാനാ? എന്റെ ബന്ധുക്കളായിട്ട് ആരും ഉണ്ടാകില്ല. ഇത് കേട്ട് മുത്തശ്ശൻ ചോദിക്കുന്നു അത്രേ ഉള്ളൂ, അവരെ ഞാൻ റിസപ്ഷനിൽ ക്ഷണിക്കാം. ഇത് കേട്ട് നരൻ പറയുകണ അതൊന്നും വേണ്ട മുത്തശ്ശ. അപ്പൊ മുത്തശ്ശി പറയണ അതെ രഘുവേട്ട, മുഖത്ത് അടിച്ചതുപോലെ അവർ സംസാരിക്കും, നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വേണ്ട അച്ഛാ ഗായത്രി പറയുമ്പോൾ കാവേരി പറയണ നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ റിസപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ മുത്തശ്ശി പറയുന്നു എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു, ഹോളിനും ഭക്ഷണത്തിനും ഒക്കെയുള്ള ക്യാഷും കൊടുത്തു, ഇനിയും റിസപ്ഷൻ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ മുത്തശ്ശൻ പറയുന്നു മോളെ കാവേരി, നിന്റെ വീട്ടിലുള്ളവരെ പങ്കെടുപ്പിക്കാതെ റിസപ്ഷൻ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എത്ര നാളാ ഇങ്ങനെ പിണങ്ങി കഴിയുക? റിസപ്ഷന് അവരെയും ക്ഷണിക്കാം, അവര് വരട്ടെ. ഇത് കേട്ട് കാവേരി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നരൻ പറയണ മുത്തശ്ശ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി ആരും അങ്ങോട്ട് പോകണ്ട. മുത്തശ്ശൻ ചോദിക്കാണ് എന്താ മോനെ ഇത്, എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? മോളെ ഗായത്രി നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോയി അവരെ ക്ഷണിക്കാം. അമ്പികെ പെട്ടെന്നാവട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ക്ഷണിക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ വരുന്നില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ഞാനല്ലേ പറയുന്നത് വരാൻ, നമ്മുടെ കൊച്ചുമോന് വേണ്ടി നിനക്കിത് ചെയ്യാൻ വയ്യേ? തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും റിസപ്ഷൻ ക്ഷണിക്കാനായി ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. കാവേരിയും നരനും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ഗായത്രി പറയാണ് നിന്റെ വീട്ടുകാര് എന്റെ അച്ഛനെയും അമ്മയും അപമാനിക്കത്തേ ഉള്ളൂ, സന്തോഷമായോ നിനക്ക്? അപ്പൊ ശിവരാജൻ പറയുകയാണ് കാവേരി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പുഷ്പവാടിയിലുള്ള റിസോർട്ടിന്റെ ഓണർമാരെയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ കാവേരി പറയാണ് ഞാൻ അവിടെ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരുപാട് പേരെ അറിയാം. ഇത് കേട്ട് ശിവരാജൻ ചോദിക്കണ ഓ ഒരുപാട് പേരെ അറിയാമായിരുന്നു അല്ലേ? ശരി ശരി. അങ്ങനെ ശിവരാജൻ അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി നിൽക്കുകയാണ് കാവേരി. നരൻ പറയുന്നു ദേ നോക്ക്, എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും നിന്റെ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ കാവേരി പറയുകയാണ് ഞാനും പോകണ്ടെന്നല്ലേ പറഞ്ഞത്, അവര് കേട്ടില്ലല്ലോ. അപ്പൊ നരൻ പറയുകയാണ് നിന്റെ ഫീലിങ്സ് കണ്ട മുത്തശ്ശൻ അവരെ ക്ഷണിക്കാൻ തീരുമാനിച്ചത്. അവിടെയുള്ളവര് മുത്തശ്ശനോടും മുത്തശ്ശിയോടും മോശമായി പെരുമാറിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ നരൻ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കാവേരി. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്